ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സ് ലിവർപൂൾ മത്സരത്തെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലിവർപൂളിൻ്റെ തട്ടകമായ ആൻഫീൽഡിൽ വെച്ച് നടന്ന ലിവർപൂൾ വേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം 2-2 എന്ന ഗോൾ സ്കോർ സമനിലയിൽ അവസാനിച്ചു. ലിവർപൂളിന് വേണ്ടി മുഹമ്മദ് സലായും ഗാബ്കോയുമായിരുന്നു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ലിസാൻഡ്രോ മാർട്ടിനസും അമാദ് ദിയാലോയുമാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യുണൈറ്റഡ് ആരാധകർ ഒരിക്കലും സ്വപ്നം കാണാത്ത റേഞ്ചിലുള്ള ഒരു പെർഫോമൻസ് ആണ്. അതും ആൻഫീൽഡിൽ വെച്ചിട്ട് ഈ ഒരു ഇജാതി പെർഫോമൻസ് കാഴ്ചവെക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഗൈസ്. കാരണം ഒരുപാട് ഇൻ്റർവ്യൂസിലും ബിഗ് ബിഗ് പ്ലെയർ പറയുന്നതായിട്ട് ഞാൻ കണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സ്റ്റേഡിയം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അധിക പ്ലേയേഴ്സും പറയുന്നത് ആൻഫീൽഡ് സ്റ്റേഡിയം എന്നാണ്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയും മാസീവ് സപ്പോർട്ടാണ് ലിവർപൂൾ ആരാധകരിൽ നിന്നും അവർക്ക് ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരാ ഹോമിൽ പോയിട്ട് സമനില പിടിക്കുക എന്ന് പറയുന്നത് ജയത്തിന് തുല്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ലിവർപൂളിൻ്റെ ഈ സീസൺ വെച്ച് നോക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ലിവർപൂളിൻ്റെ. അത് ചാമ്പ്യൻസ് ലീഗിലായാലും അതുപോലെ പ്രീമിയർ ലീഗിലായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും ആ ഒരു ഫോമിൽ പോകുന്ന ലിവർപൂളിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനിലയിൽ കുറുക്കുക എന്ന് പറയുന്നത് അത്ര നമ്മൾ ഒരു ജയത്തിന് തുല്യമായിട്ടാണ് ആ ഒരു മത്സരം കാണുന്നത്. വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആ ഒരു പെർഫോമൻസ്, ഓ മൈ ഗോഡ്, കാരണം ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ റേഞ്ച് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ അഗ്രസീവായിട്ട് കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആയാലും. ഓളോവർ എല്ലാവരും ഓക്കെ ആയിരുന്നു. പക്ഷേ ലിസാൻഡ്രോ മാർട്ടിനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയാതെ വേറെ ഓപ്ഷനില്ല. അത് ഡിഫെൻസീവിലുള്ള സപ്പോർട്ടിങ് ആയാലും അറ്റാക്കിങ്ങിലായാലും ഇത് ടോട്ടലി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ലിസാൻഡ്രോ മാർട്ടിൻസിൽ നിന്നും ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഗർണാച്ചോ റീസെൻ്റ്ലി ഒരുപാട് മാച്ചസിൽ ഫോം ഔട്ട് ആയിട്ടാണ് ഈ ഗർണാച്ചോനെ കണ്ടിട്ടുണ്ടായത്. അമോറിയം വന്ന ശേഷം അത്ര ഒരു ഫോമിലേക്ക് വന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് മുന്നേ വന്ന ടെൻഹാഗ് ആയാലും ഡിസ്റ്റൽ റോയിലൊക്കെ കീഴിൽ നല്ലൊരു ഫോമിൽ പോയിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഈ ഒരു സീസൺ ടോപ്പ് സ്കോറർ ആവാനുള്ള എല്ലാ ഒരു ടോപ്പ് പെർഫോമൻസ് ആണ് ഗർണാച്ചോയിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ അമോറിയം വന്നതിന് ശേഷം ചെറിയ രീതിയിലൊന്നും ഡൗൺ ആയി. പക്ഷേ ഈ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഗർണാച്ചോയുടെ ഭാഗത്തു നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രൂണോ ഫെർണാണ്ടസ്, ഹാരി മെഗ്വയർ അവസാനത്തെ ആ ഒരു ഗോൾ മിസ്സാക്കിയതിന് ഒരുപാട് പേരിങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറയുന്നതായി കാണപ്പെട്ടു. അതായത് ഹാരി മെഗ്വയറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ അതിന് മുന്നേ ചെയ്ത ആ ഒരു പെർഫോമൻസ് ഒരിക്കലും ആ ഒരു ഗോള്, കാരണം ഹാരി മെഗ്വയറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്ര വലിയൊരു ഫിനിഷിങ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറായിട്ടൊന്നും എനിക്ക് തോന്നിയൊരു പ്ലെയർ അല്ല. അതായത് ഇപ്പോൾ ഡിലൈറ്റ് ആയാലും മാർട്ടിനസ് ആയാലും അത്യാവശ്യം ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു ഡിഫൻഡറാണ്. അവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു റേഞ്ചിൽ വരാത്ത ഒരു പ്ലെയർ ആയിട്ടാണ് ഹാരി മെഗ്വയറിനെ എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ അവർ ഗോൾ മിസ് ചെയ്തു എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഈ ഒരു മാച്ച് നോക്കുന്ന സമയത്ത് റീസെൻ്റ്ലി അമോറിയം വന്ന ശേഷം ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാരി മെഗ്വയർ ആ ഒരു പഴയ ഒരു ഫോമിലേക്ക് ഒരു മാക്സിമം ഒരു എഫേർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു വന്നതായി എനിക്ക് പേഴ്സണലി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്നും അതേ സെയിം ഗെയിം പ്ലേ തന്നെ ആയിരുന്നു ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ ലിവർപൂളിൻ്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ അതുക്കും മേലെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ലിവർപൂൾ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യുണൈറ്റഡിൻ്റെ ആ ഒരു ഡിഫൻസ് ഉഗാട്ടയുടെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു മത്സരത്തിൽ ഉഗാട്ട ആയാലും സലാഹിനെ നല്ല രീതിയിൽ പ്രഷറായിരുന്നു സലാഹ് ഉഗാട്ടയുടെ ആ ഒരു ടാക്കിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. അവസാനത്തെ ആ ഒരു ടാക്കിൾ അതും എടുത്തു പറയേണ്ട കാര്യമാണ്. യോറോയുടെ ആ ഒരു ടാക്കിൾ
അത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നായിരുന്നെങ്കിൽ അതെന്തായാലും പെനാൾട്ടി കൊടുക്കേണ്ട ഒരു ഓപ്ഷനിലേക്ക് പോവുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അതും രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിലും പറയാം. പക്ഷേ ആദ്യം കൊടുത്ത ആ ഒരു പെനാൾട്ടി ശരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പിന്നെ ഒരുപാട് റിവ്യൂസ് പറയുന്ന കേട്ടോ, ആ ഒരു റഫറിക്ക് ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പ്രത്യേകതരം ഒരു വൈരാഗ്യമൊക്കെ ഉണ്ടെന്ന് ഒരുപാട് റിവ്യൂവിലേക്ക് കാണാൻ പറയുന്നതായി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ മൊത്തത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല. പക്ഷെ ആ ഒരു പെനാൾട്ടിയുടെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഗായ്സ്, ഈ ഒരു യുണൈറ്റഡിൻ്റെ ഈ ഒരു കംബാക്കിൽ വളരെ സന്തോഷത്തിലാണ് യുണൈറ്റഡ് ആരാധകർ. അവരും മത്സരങ്ങളിൽ ഈ ഒരു ഫോം നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ടോപ്പ് 4-ൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം വളരെ ഡൗട്ടാണ്. എന്നാലും പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ബാക്കിയുള്ള ഒരു പ്ലേയേഴ്സിൻ്റെ റിസൾട്ട് കൂടി അനുസരിച്ചിട്ടായിരിക്കും യുണൈറ്റഡിൻ്റെ മുന്നോട്ടുള്ള ഒരു യാത്ര എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.